പതുക്കെ പതുക്കെ സംസാരിക്കണം. നിങ്ങളെ അത്യാവശ്യമായി കാണണമെന്നും എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഇതിനകത്തേക്ക് വിളിപ്പിച്ചത്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഡോക്ടർ. ഇഷ്ടമൊക്കെ ശരി, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അധികം സംസാരിപ്പിക്കരുത്. ചന്ദ്രിക കരയരുത്. അവസാനമായിട്ടൊന്ന് കാണാൻ വല്ലാത്ത മോഹം. മരിക്കുന്നതിന് മുമ്പെങ്കിലും നിന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടില്ല. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, ഒക്കെ ഭേദമായിട്ട് പറഞ്ഞാ മതി. നീ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ മരിച്ച നിന്റെ ബാലഭാസ്കരേട്ടൻ സ്നേഹനിധിയായ ഒരു ഭർത്താവാണെന്ന് വിശ്വസിച്ച് ജീവിതം മുഴുവൻ നീ കരഞ്ഞു തീർക്കും. സത്യം പറഞ്ഞ ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രയെ. നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കൊടുത്തു. നിന്നെ പറ്റിച്ചുകൊണ്ട് എത്രയോ മോഹിനിമാർക്കും പ്രഭാവതിമാർക്കും ഞാൻ എന്തൊക്കെയോ കൊടുത്തു. അതിനെനിക്ക് ശിക്ഷ കിട്ടി. ശിക്ഷ മാപ്പ്. നല്ല മനുഷ്യർ ദൈവം നേരത്തെ വിളിക്കും. ഇങ്ങനെ കരയാൻ സിസ്റ്റർ ഇയാളെ നേരത്തെ അറിയോ? ഓ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ. ആ ബന്ധുക്കളെ കാണിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ബോഡി വിട്ടേക്കൂ. ഇനി പോസ്റ്റ്മോർട്ടം. ഡോക്ടർ, അയാളുടെ കാലനങ്ങുന്നുണ്ട്. എന്തായി കളിക്കുന്നത്? ഒരു ജീവൻ വെച്ചിട്ടാണോ കളിക്കുന്നത്? മിസ്റ്റർ എന്നെ വിട്, എന്നെ വിട്. അയാൾ മരിച്ചിട്ടില്ല. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പേഷ്യന്റിനെ ഒന്ന് നോക്കട്ടെ പ്ലീസ്. സദാശിവ, ഡോക്ടർ വിട്. വെറുതെ ബഹളം വെക്കണ്ട. നമുക്ക് അവന്റെ ജീവനാണ് വലുത്. ഡോക്ടർ വിടാ. ഐ എം സോറി, എക്സ്ട്രീംലി സോറി. പ്രസംഗമൊന്നും വേണ്ട, അവൻ എന്തായെന്ന് പറ ഡോക്ടറെ. മരിച്ചുപോയ ഒരാൾ ജീവനോടെ തിരിച്ചു വന്ന സംഭവം ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്റെ മോനെവിടെ? ജൂനിയർ ഡോക്ടർക്ക് ഒരു കൈപ്പിഴ പറ്റിയതാണ്. പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല. ഹീസ് ഓൾ റൈറ്റ്. വലിയ തെറ്റാണെന്നറിയാം.
അതിന് പ്രായശ്ചിത്തമായി ആ മനുഷ്യന്റെ അടുത്ത മരണം വരെയുള്ള സകല ചികിത്സകളും എന്റെ വക ഫ്രീ. ദൈവം നിങ്ങളുടെ മകനെ കൈവിട്ടിട്ടില്ല. തന്നെ ദൈവം കൈവിട്ടിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത മുത്തപ്പനെ നടയെ കൊണ്ട് വെച്ചത് അല്ലേ അളിയ? അയ്യേ, ഇനി എന്തിനാ കരയുന്നത്? നിന്റെ പുണ്യം കൊണ്ടാ മോളെ ബാലഭാസ്കറിന്റെ ആയുസ് തിരിച്ചു കിട്ടിയത്. ഗുരുവായൂരപ്പനെ വിളിച്ചൊരു തുലാഭാരം നേർന്നേക്കും മോളെ. എന്റെ ഗുരുവായൂരപ്പ, ബാലഭാസ്കരേട്ടന് ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രികെ. ഗുരുവായൂരപ്പ, എന്റെ ബാലഭാസ്കരേട്ടന് ഞാൻ നിന്നെ ചതിക്കുകയാണ് ചന്ദ്രികെ. ഗുരുവായൂരപ്പ, എന്റെ ബാലഭാസ്കരേട്ടന് നിനക്കൊരു താലി മാത്രം തന്ന് മനസ്സ് മുഴുവൻ ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾക്ക് കൊടുത്തു. ഞങ്ങളെ എല്ലാം റെഡിയായില്ലേ? അവരിങ്ങ് എത്താറായി. ഗണപതി ഹോമത്തിന്റെ പ്രസാദം തുടയ്ക്കാൻ മറക്കണ്ട, അത് എടുത്തോളൂ. ആ ശരി. ആ വലതുകാല് വെച്ച് കൊച്ചുമുതലാളി ഇറങ്ങിയാട്ടെ. അയ്യോ, വലതുകാലം നിലത്ത് തൊടിയിക്കല്ലേ, നല്ല നീരുണ്ട്. എന്നാ ഇടതുകാല് വെച്ച് കൊച്ചുമുതലാളി ഐശ്വര്യമായിട്ട് ഇറങ്ങിയാട്ടെ. ദൈവം എനിക്ക് 2 കാല് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കാല് വെച്ച് നടക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലങ്ങനെ ആരും വാരണ്ട. ദാ ഇത് പിടിച്ചോളൂ. കൊണ്ടുപോയി നിന്റെ തന്തയ്ക്ക് കൊടുക്കടാ. അതെ. എന്റെ ഈശ്വര, ഇതെന്തിനാ ഈ ഊന്നോടിയൊക്കെ? എന്റെ കുട്ടിക്ക് നടക്കാൻ വയ്യേ? അവൻ നടക്കല്ല, പറക്കും. അവൻ ഒരു കുഴപ്പമില്ല. നിന്നോട് ആരാടാ കരുത് ഇതൊക്കെ കെട്ടിച്ചോന്ന് ഇങ്ങോട്ട് വിടാൻ പറഞ്ഞത്? വെറുതെ മനുഷ്യരെ പേടിപ്പിക്കാൻ. കൊണ്ടുപോയി കളയടാ. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാ. കൈമൾ മാമന് വേണോ? വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ നടക്കാം. അതെ, നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ആവശ്യം വരും. പെങ്ങളെ, ആരതി ഒഴിഞ്ഞേ? ആ, മോളെ അവിടെ തന്നെ നിന്നേ. ആരതി ഒഴിഞ്ഞിട്ട് അകത്ത് പോവാ. എനിക്കിതൊന്നും വേണ്ടമ്മേ. ഇതൊക്കെ ഒഴിഞ്ഞു കാണിക്കാൻ ഞാനല്ലല്ലോ ചത്തത്. ഞാനൊന്ന് പൊയ്ക്കോട്ടെ. അവള് പറഞ്ഞത് നേരാ. ആരതി ഒഴിയാൻ ചത്തി ജനിച്ച ജീവനല്ലേ. പെങ്ങളെ നോക്കി ഒഴിഞ്ഞാട്ടെ. ദീർഘായുഷ്മാൻ ഭവ. ഇനി എന്റെ മോന് ഒരു കുഴപ്പമുണ്ടാവില്ല. അതെന്താ? ഇതാണ് മഹാസുദർശന യന്ത്രം. ഇതരേ കിട്ടിയ ഇവനിന് മരണം വരെ എണീറ്റ് നടക്കില്ല. എന്നാ അത് കെട്ടണ്ട. ഇവൻ എഴുന്നേറ്റ് കിടക്കാൻ പണം എത്രയാ ചെലവാക്കിയത്? ഉറക്കത്തിൽ എണീറ്റ് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ നേരത്തെ കെട്ടിയിരുന്നെങ്കിൽ ഒരു മരണം ഒഴിവാക്കാമായിരുന്നല്ലോ. ഇവിടെ വെച്ചാൽ മുണ്ടഴിക്കില്ല. മുണ്ടൊന്നും ഒഴിക്കണ്ട, മോളിവിടെ അങ്ങ് വരിഞ്ഞു കിട്ടിയാ മതി. കണ്ടില്ല അതിന്റെ ഒരു ശക്തി. ആ ഇനി ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഒരൊറ്റ ഉറുക്കോടെ കൊച്ചുമുതലാളിയുടെ സ്വപ്ന ലോകത്തിന്റെ ഗേറ്റ് പൂട്ടും. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീയാണോടെ നാറി അവിടുത്തെ വാച്ച്മാൻ? ദേ, ജനിച്ച അന്ന് മുതൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കാൻ തുടങ്ങിയവനാ ഞാൻ. അറിയാതെ അപകടം പറ്റി ചാകാതെ തിരിച്ചു വന്നു എന്ന് വെച്ച് ആരും എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട. ഒരൊറ്റ മാസത്തെ ഫിസിയോതെറാപ്പി കൊണ്ട് ഞാൻ വീണ്ടും പഴയ ബാലഭാസ്കരനാവും. മനസ്സിലായോ? എന്തേ, ആർക്കെങ്കിലും സംശയമുണ്ടോ? നീ പൊക്കട കുഞ്ഞുണ്ണി. ആ ഇന്ന് ഇവിടെ തട്ടി. വണ്ടി എങ്ങോട്ടാ പോണത്? ആരാ വണ്ടിയില്? അതാ ട്രീസയും കൂട്ടുക. ഞങ്ങൾ എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും നിങ്ങൾ ബാലഭാസ്കരനെയും പൊക്കെടുത്ത് സ്ഥലം വിട്ടു. നേരെ ബംഗ്ലാവിൽ ചെന്ന് കാണുന്നതിലും നല്ലത് അവൻ പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുന്നതാ. അല്ല, അവൻ ഇനി എത്ര ദിവസം വീട്ടിൽ പുറത്തു മുടി കിടക്കുന്നു വല്ല നിശ്ചയമുണ്ടോ? അവസ്ഥ കണ്ടിട്ട് ഒരു നിമിഷം കിടക്കും തോന്നണില്ല. ഇതെങ്ങനെയാടാ സംഭവിച്ചത്? ഉറക്കത്തിൽ തലയണയെടുത്ത് നടന്നപ്പോ പിന്നിലേതോ വണ്ടി വന്ന് ഇടിച്ചതാന്നാ പോലീസ് പറഞ്ഞത്. അവൻ ആ വണ്ടി കണ്ടില്ലേ? ഇല്ല, കൊച്ചുമുതലാളിക്ക് നമ്മളെ പോലെ തലയുടെ പിറകിൽ കണ്ണില്ലാത്തോണ്ട് പിറകിന്ന് എന്ത് വന്നാലും കാണൂല. കൊച്ചുമുതലാളി ഒന്നും പറഞ്ഞില്ല. ഇല്ല, അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ ആരും. അവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നാ ശരി, ഓക്കെ. ഇതേതാ ഈ വണ്ടി? ഇവനെന്തിനാ ഇടി കയറി പോയത്?